പറയുള്ളൂ. ഓ, എന്ത് ചോദിച്ചാലും കവിതയിലൂടെ മാത്രം ഉത്തരം പറയുന്ന കവി. ഓക്കെ, ആളുകൾ കേട്ടുവിടും. ഓക്കെ, വാ. പുറത്തു ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, ഒരു കറുത്ത തരുണീമണി എന്നോട് ചൊല്ലുകയാണ്, അകത്തേക്കു കടക്കുവാൻ സമയമായില്ലിനിയും. എങ്ങനെ പുറത്തു ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, ഒരു കറുത്ത തരുണീമണി എന്നോട് ചൊല്ലുകയാണ്, അകത്തേക്കു കടക്കുവാൻ സമയമായില്ല. ഓ, സിസ്റ്റർ തങ്കമ്മ ഇങ്ങോട്ട് കടക്കാൻ സമയമായിട്ടില്ലെന്ന്. അതൊക്കെ പോട്ടെ, എന്താണ് അസുഖം നിന്റെ? 12 തവണ തല ചുറ്റി വീണു, എന്റെ തലയിൽ തരിപ്പാണ് ഡോക്ടർ. ഈ 12 തവണയും ഗുളിക തിന്നു, എന്റെ ചുമക്കാനെ കുറവില്ല ഡോക്ടർ. എന്റെ തലയിൽ മുറയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിലഗ്നി ഗോളങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനീ പ്രക്രിയ ഡോക്ടർ? രോഗം പറയുന്ന ഞാനാണ് മൂടൻ, എന്നെ നോക്കുന്ന സാറാണ് മണ്ടൻ, അല്ല ഭ്രാന്തൻ. ആ, അത് ശരി. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? രാമ, രഘുരാമ. നാം ഇനിയും നടക്കാം. നടക്കണ്ട, ഇവിടെ കിടക്ക്, ഇങ്ങോട്ട് വാ. അകപ്പെട്ട വാ കാണിച്ച വാ വിളിക്കൂ. വായടയ്ക്കൂ. അത് ശരി. നാക്ക് നീട്ടു. ചുടലപ്പറമ്പിലെ യക്ഷിയെ പോലെ കരിനാക്കു നീട്ടണോ ഡോക്ടർ? എങ്ങനെ? ചുടലപ്പറമ്പിലെ യക്ഷിയെ പോലെ കരിനാക്കു നീട്ടണോ ഡോക്ടർ? എന്റെ പൊന്നു. ആട്ടെ, നിന്റെ കൂടെ ആരൊക്കെയാണ് വന്നേക്കണത്? രാമനും രാജനും രാഘവനും പിന്നെ ഹൈദ്രോസും ഹംസയും കൂടെ, അച്ഛനും അമ്മയും അനുജത്തിയും പിന്നെ രോഗിയായി കൂടെ ഞാനും, എന്നെ നോക്കുവാൻ ഡോക്ടറായി താനും. അത് ശരി, രോഗം ഞാൻ മാറ്റിത്തരാം കേട്ടാ. സിസ്റ്റർ സൂസി, പ്ലീസ് കം. അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കൂ. ആ, കറക്റ്റ്. ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരു വട്ടം കൂടിയ സിസ്റ്ററിൻ കൈകൊണ്ട് ഇഞ്ചക്ഷൻ കൊള്ളുവാൻ മോഹം, ഇഞ്ചക്ഷൻ ചെയ്തിട്ട കൈകൊണ്ട് അവിടെയൊക്കെ തടവിത്തരുവാനും മോഹം, ഒന്ന് തലോടിത്തരുവാനും മോഹം. അത് ശരി. കാലത്തെ വന്ന് ഞങ്ങളുടെ സിസ്റ്റർമാരെ കമന്റ് അടിച്ചു. ഡോക്ടറെ, ഇതെന്താണ് ഡോക്ടറെ? മകനെ, ഇതിന്ത്യയുടെ ഭൂപടം